കരകാണ കടലല മേലെ മോഹപ്പൂങ്കുരുവി പറന്നേ, അറബിപ്പൊന്നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നേ, ഇളം തെന്നലീണം പാടിവാ. തെയ്യന്താര തെയ്യന്താര തെയ്. ഏതോ സ്വപ്നം പൂവണിഞ്ഞതോ. അവിടെ നിന്നേ. നിന്നെ കുറെ നാളായി ഞാൻ അന്വേഷിച്ചു നടക്കുന്നു. എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? സഹായം വേണ്ട, മേടിച്ച പൈസ കൊടുത്താടാ. അവസരം നീ കളിക്കല്ലേ. ദേവി കണ്ടോ, ഗൾഫ് കേസാ, വളരെ അർജന്റായ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. നീ വണ്ടി വിട്. അത് ശരിയാവൂല. അവസരം നിനക്ക് സംഗതിയുടെ സീരിയസ്നെസ് മനസ്സിലാവൂല. എനിക്ക് തരാനുള്ള പൈസയുടെ സീരിയസ്നെസ് നിനക്കും മനസ്സിലാവില്ല. ആഴ്ചയിൽ പുതിയ ഷർട്ടും പാന്റും ഇട്ട് ജെത്തി നടക്കണം. പൈസ ചോദിക്കുമ്പോ എന്താ അത്ര വിഷമം? എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. നിനക്ക് ഞാനിപ്പോ എത്ര രൂപ തരാം? 900 രൂപ അങ്ങോട്ട് തരണം. 900 രൂപ. ഈ സൈക്കിളിന് ഒരാൾ 400 രൂപ വില പറഞ്ഞിട്ടുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്താൽ 400 രൂപ ഇങ്ങോട്ട് വാങ്ങിച്ചാൽ നിന്റെയിലേക്ക് തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? പോയിട്ട് 500 രൂപ. 500. ഈ വാച്ചിന് ഒരു 300 രൂപയെങ്കിലും കിട്ടാതിരിക്കോ? ഈ 300 രൂപ എന്റെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. നിനക്ക് അങ്ങ് തന്നേക്കാം. പിന്നെ എത്ര രൂപ ഉണ്ട്? 200 രൂപ ഉണ്ട്. 200 രൂപ. ഇന്നെന്താഴ്ച? ഇന്ന് ബുധനാഴ്ച. ഇന്ന് ബുധൻ, വ്യാഴം, വെള്ളി, ശനി. നമ്മുടെ കളത്തിലെ മഹാദേവനില്ലേ, ഈ ശനിയാഴ്ച അവൻ എനിക്കൊരു 300 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 300 രൂപ ഇങ്ങോട്ട് കിട്ടി അതും തന്നേക്കാം. ബാക്കി എത്ര രൂപ ഉണ്ട്? ബാക്കി 100 രൂപ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് തരണം. അതെപ്പോ തരും? എപ്പ തരൂന്ന് പറ. അല്ല വേണം, ഇപ്പൊ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഉള്ളപ്പ തന്നാ മതി. എനിക്ക് യാതൊരു വിരോധമില്ല. നിന്നെ പോലെ വഴി പിടിച്ചിരുത്താൻ ഞാനൊരു ദരിദ്രവാസിയല്ല. അപ്പൊ വൈകിട്ട് കാണാം. ഓക്കെ, സമയങ്ങളായി. കൊണ്ടയിൽ നെഞ്ചിലെ വാഴപ്പൂ, കൂടയിൽ എന്നതൂ ഖുശ്ബു, എൻ ഖുശ്ബു. ഇവിടെ ഇല്ലേ? കണ്ടോ, നിനക്കാ ഗൾഫിലുള്ള നിന്റെ അമ്മാവൻ അയച്ചതാ. ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച എനിക്ക് വിസ വരുമെന്ന്. വായിക്കേ, നീ വായിക്കേ. സ്നേഹം മാത്രമുള്ള എന്റെ മരുമവൻ പവിത്രന്. സോറി, വായിക്കേ. ഈ കത്ത് കിട്ടിയാലുടൻ നീ ബോംബെക്ക് വരിക. അവിടെ ദാദർ സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഗരുഡ ഏജൻസിയിൽ ചെന്ന് കോഴിക്കോട്ടുകാരൻ ഹംസയെ കാണുക. നിന്റെ വിസ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം നിന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും. ഇവിടെ ഷെയ്ക്കിന്റെ കമ്പനിയിലെ മാനേജറായിട്ടാണ് നിനക്ക് ജോലി. ഉടനെ എത്തുക. ഷെയ്ക്ക് നിന്നെ കാത്തിരിക്കുന്നു എന്ന് നിന്റെ ശങ്കരമ്മാവൻ. നീ ഭാഗ്യവാനാണാ. ഗൾഫിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ചു. ഇനിയിപ്പോ ഞങ്ങളുടെ കാര്യം നീ പേടിക്കണ്ട. ഗൾഫിലെത്തി 2 മാസത്തിനുള്ളിൽ നിന്നെയും ബഷീറിനെ ഞാൻ നടത്തൂടാ. അത് തന്നെ. ഓക്കെ. എന്നിട്ട് ഗൾഫ് മരുഭൂമിയിലെ സ്വർണ്ണ കൊട്ടാരങ്ങളിൽ നമ്മൾ സുൽത്താൻമാരെ പോലെ വാഴൂടാ. നീ എന്നാ പോകുന്നത്? എപ്പോഴാ പോകുന്നത് ചോദിക്ക്. എപ്പോഴാ പോകുന്നത്? ദാ ഇപ്പൊ തന്നെ. അളിയാ, എത്ര കാലമായിടാ നമ്മൾ ഒരുമിച്ച് ഉറങ്ങി കഴിയുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും കഷ്ടപ്പാടിലും ഒക്കെ നമ്മൾ ഒരുമിച്ചായിരുന്നു. എത്ര ഓണങ്ങളും ക്രിസ്മസുകളും നമ്മൾ ഒരുമിച്ച് ആഘോഷിച്ചു. വാടക വീട്ടിന്റെ വരാന്തയിൽ ആകാശത്തേക്ക് നോക്കിക്കിടന്ന് നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങൾ നെയ്തു. അതൊക്കെ ഓർക്കുമ്പോ എനിക്ക് നിന്നെ പിരിയാൻ തോന്നുന്നില്ല. ഓട്ടറ, എന്താ ചെയ്യാ? ഹോട്ടലിൽ നിന്ന് പ്രസിന്നൊക്കെ കിട്ടുന്ന നിസ്സാര വരുമാനം കൊണ്ട് എത്ര നാൾ നമ്മളിങ്ങനെ കഴിയും? എല്ലാം ദൈവം കാണിച്ചെന്ന വഴിയാ. താമസിയാ നീയും രക്ഷപ്പെടും. എനിക്കും രക്ഷപ്പെടണം. പിന്നെ എന്റെ കാര്യം ബഷീറോട് പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞോളാം. പിന്നെ നാരായണിയമ്മയുടെ വീടിന്റെ വാടകയുടെ കാര്യം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. ഞാൻ എവിടെ നിന്ന് ഗൾഫിൽ ചെന്ന ഓടുന്ന ഡ്രാഫ്റ്റ് അയക്കൂലടാ. എന്നാ പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അവിടെ ചെന്ന് ദിനാറുകൾ എണ്ണി മേടിക്കുമ്പോ നീ ഷെയ്ക്കിനോട് എന്റെ കാര്യം പറയാൻ മറക്കരുത്. സമയായി. എന്നാ ഞാൻ പോട്ടെ. പോയി വരട്ടെ എന്ന് പറവത്ര. പിന്നെ എന്റെ വിസയുടെ കാര്യം മറക്കരുത്. ശങ്കരമാവനെ ഞാൻ പ്രത്യേകം അന്വേഷിച്ചതായി പറഞ്ഞു. എങ്ങോട്ടാ യാത്ര? നേരെ കിള്ളിക്കുറിശി മംഗലത്തുള്ള അമ്മാവന്റെ വീട്ടിലേക്ക്, അതുവഴി മാപ്രാണത്തുള്ള അമ്മയുടെ മോളുടെ വീട്ടിലേക്ക്, പിന്നെ ബോംബെക്ക്, അവിടെ നിന്ന് പറഞ്ഞ് ഗൾഫിലേക്ക്. അപ്പൊ താനോ? എനിക്കൊരു ശവപ്പെട്ടി മേടിക്കാം. എന്താ ഇവിടെ ഇറങ്ങുന്നേ? അമ്മാവന്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞിട്ട്? അമ്മാവനുമില്ല, അമ്മായില്ല. ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ, അവിടുന്ന് മേട്ടുപാള, പിന്നെ ഇവിടുന്ന് ഊട്ടി. ഊട്ടിക്കോ? കൈ വെറു. ഊട്ടിയെങ്കിൽ ഊട്ടി, ക്ഷത്രിയനെങ്കിൽ ക്ഷത്രിയൻ. എന്തായാലും എന്റെ ശുക്രദശ തെളിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഒരുത്തന്റെ ശല്യം ഒഴിവായി. നീ നോക്കിക്കോ, ഊട്ടിയിലെ സുഖശീതളമായ കാലാവസ്ഥയിൽ
തൃപ്പത്തൂർ കോവിലകത്തെ തമ്പുരാനായി എല്ലാ സ്വത്തുക്കളുടെ ഉടമയായി ഞാനൊരു രാജാവിനെ പോലെ വിലസുമ്പോ നീ ഗൾഫിലെ ചുട്ടു പൊള്ളുന്ന മണലാരണ്യത്തിൽ ഒരു തൊഴിൽ അന്വേഷിച്ച് തെണ്ടുകയായിരിക്കൂടാ തെണ്ടി. എന്റെ അമ്മേ, ഇനിയുണ്ടല്ലോ വേറൊരു കോപ്പൻ. അവൻ നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ രക്ഷപ്പെടണം, അല്ലെങ്കിൽ ആകെ ചളവും. പ്രിയപ്പെട്ട ബഷീർ, ബഷീർക്ക, ഓ എന്താ ലക്ഷ്മി? ലക്ഷ്മി ഞാനാ. ഓഹോ, എന്താ? കുറച്ചു ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ആ. ഞാൻ പിണക്കോ. അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോവും. ഇക്കോടെ കല്യാണമാണല്ലേ? എന്നാര് പറഞ്ഞു? ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു. ആണോ? ഓരങ്ങനെ പറഞ്ഞ? എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയെ നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നിക്കാഹ്? ഇത് എക്സിബിഷനിൽ പഠിച്ചാണ്. എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ആഹാ, എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാനുണ്ടോടാ നിനക്ക്? ആ. ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? 4-3. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പണിയിച്ചതാ ഈ വീട്. ഉം. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചന്റെ കൃപ ഒരു കുഴപ്പമില്ല. വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അള്ളാ. അതിന് എന്ന് കിട്ടാനാ? അത് നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. നല്ലതാണ്. എന്റെ കാശ് തരാൻ പറയുമ്പോ ഒരുമാതിരി വിലകൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുന്നു. കേറട്ടെ, ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഈ വീടിന്റെ വാടക കിട്ടിയിട്ട് വേണം എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ. അതിന് ഞമ്മളില്ലേ? എന്താ പറഞ്ഞേ? അല്ല, വാടക വരാൻ ഞമ്മളില്ലേന്ന് പറഞ്ഞതാ. നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കെന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല. നിങ്ങൾ നേരാണ് പറഞ്ഞത്. നീ പോയി അന്വേഷിക്കടാ. ദേ, വേഗം എന്റെ വീട് ഒഴിഞ്ഞേരണം. ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം. ഗൾഫിൽ പോയോ? പ്രിയപ്പെട്ട ബഷീർ, ഞാൻ പോകുന്നു. പവിത്രൻ നമ്മെ രണ്ടുപേരെ ഉപേക്ഷിച്ച് ഗൾഫിൽ സ്വർണം കൊയ്യാൻ പോയി. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നാരായണിയമ്മയുടെ വാടക കാശും കടകളിലെ പറ്റുകാശും നീ തന്നെ കൊടുക്കണം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സ്വന്തം ജിമ്മി. എന്ത് ജാതി ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ശരി, വെട്ടി മാറ്റിയിട്ടാണ് പോയിരിക്കണം അല്ലേ? ഇബിലീസുകളെ, എങ്ങനെ മനസ്സ് വന്നിടാ നിങ്ങൾക്ക് നമ്മളെ വെട്ടി മാറ്റാൻ? ഒരേ പായല് തിന്നും കുടിച്ചും കിടന്ന് ഉറങ്ങിയവരല്ലടാ നമ്മള്. ഇതെന്താണ്? നമ്മളെ കുത്തുവാള എടുപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ നടക്കൂല. എടാ പവിത്ര, ജിമ്മി, ആമ്പറപ്പുള്ളേ, നിങ്ങൾ ഏത് തുളയിന്റെ ഉള്ളിൽ കൂടെ ചാടിയാലും நாயர் வந்துட்டியா? உங்களைத்தான் நான் தேடிட்டு இருந்தேன். என்ன சார் விஷயம்? நேத்து மந்திரியை கொல்லறதுக்கு 2 பேர் வந்தாங்க. இந்த விஷயம் எனக்கு எப்படி தெரிஞ்சதுன்னு கேக்குறியா? ஆமா. ம்? ஒரு பொண்ணு போன் பண்ணி சொன்னது. அப்படியா? ஆமா, உள்ளதான் இருக்கிறாங்க. ஆனா ஒரு சின்ன சிக்கல். என்ன? அவங்க உங்க பேர் யூஸ் பண்ணிட்டாங்க. அதனால என்னாச்சு? நான் ஒண்ணுமே செய்யல. உங்க ஊர் ஆளுங்க தானே? எங்க ஊர் ஆளுங்களா? ஆமா. ഞങ്ങളെ ഓർക്കുന്നില്ലേ സാർ? ഇതാര്? കൊച്ചു തമ്പുരാനോ? ആ. തമ്പുരാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ ഭഗവതി, മന്ത്രിയെ കൊല്ലാൻ വന്നവരാണെന്ന് പറഞ്ഞ് പിടിച്ചിട്ടതാ. എന്നെ രക്ഷിക്കണം സാർ. എന്നെ ആ ക്ഷത്രിയ ഗുണത്തിൽപ്പെട്ട സന്താനങ്ങൾ ഉണ്ടാകാനുള്ള വാള് കണ്ടിട്ടാണ് സാർ ഇയാൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചത്. പോവല്ലേ? തുറക്ക്. പെട്ടെന്ന് ഇറങ്ങി പോവാ. இவர் யாருன்னு தெரியுமா சார்? നമസ്കാരം. எங்க ஊரிலே பெரிய ராஜ பரம்பரையிலே பிறந்த பையன் சார். ആമാ സാർ. விட்டுலாம் சார். இந்த தம்புரான் நிரபராதி சார். ആമാ സാർ. മറ്റേ ഉടവാള് തൃപ്പത്തൂർ കോവിലത്ത് എത്തിക്കണം സാർ. ஆமா சார். நேத்தே இந்த விஷயம் என்கிட்ட சொன்னார் சார். அப்படியா? തമ്പ്രാനിക്ക് ഇവനെ தெரியுமா? ഓ ഇല്ലില്ല, ഞാൻ ഇന്നലെ കാറിൽ ഇയാളെ കാണുന്നത് തന്നെ. ഞാൻ പോയിക്കോട്ടെ സാർ. എന്റെ ഉടവാളെന്ത് அவசரப்படாது. எங்க ஓடுற? ഞാനൊരു തമ്പുരാനാണ്.
ഒരു തമ്പുരാനെ വിട്ടാ മറ്റേ തമ്പുരാനെ വിടണമെന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട്. നിയമമൊക്കെ കുറെ ഞാനും പഠിച്ചതാ. എന്നടാ കുറയ്ക്കൊന്നുമല്ല. പോലീസ് മറ്റാളൊക്കെ ഞാനും കുറെ കണ്ടതാ. എന്നെ സാർ കാക്കി പോട്ട് വരട്ടെങ്കിലാ. കൈക്കൂലിക്ക് വേണ്ടിയാണ് എന്നെ പിടിച്ചതെങ്കിൽ 5 പൈസ എന്റെ കയ്യിൽ നിന്ന് വിട്ടു വിചാരിക്കണ്ട. കേരള പോലീസ് കെട്ടിരിക്കങ്ങളാ, തൊട്ടുക്ക് വിടാതെ പോലീസ്. ഐ വാണ്ട് ടു നോ ദ ഡീറ്റെയിൽസ് ഓഫ് മൈ ചാർജ്. ഐ എം നോട്ട് എ ക്രിമിനൽ. നൗ ഐ വാണ്ട് ടു നോ ഫോർ വാട്ട് പർപ്പസ് യു ഹാവ് അറസ്റ്റഡ് മീ. ടെൽ മീ. சொல்லியா? ഓതിരം, കടകം, മറുകടകം, വാരി, മറുവാരി, ഇടത്ത് വെട്ടി, വലത്ത്, വലിഞ്ഞു വെട്ടി, തിരിഞ്ഞു മാറി, ഒഴിഞ്ഞു മാറി, വലിച്ചു, ഏയ്, ചാടി വന്നു, വലിഞ്ഞു മാറി, വെട്ടി, മാറി, ഓതിരം, കടകം, മറുകടകം, ഉളിക്കടകം. ആരാന്ന് പോയി നോക്കുമോളെ, ചെല്ലു. വെറുതെ ആവൂ, ആരും കാണുന്നില്ലല്ലോ. വലിച്ചു വെടി, മറുവെട്ടി, വാരി, മറുവാരി, കിടമ്പീരി, വലമ്പീരി, തിരിഞ്ഞു വെട്ടി, ഓതിരം, കടകം പറന്നു വെട്ടി, ആനപ്പരപ്പു പറന്നു വെട്ടി, അങ്കപ്പരപ്പു പറന്നു വെട്ടി, ചുറ്റോടു ചുറ്റിനും വെട്ടുന്നേരം ചുരിക. ഓഹോ, അപ്പൊ ഞങ്ങൾക്കിട്ട് ഈ പാര വെച്ചതൊക്കെ ഇവിടെ കേറി വാഴാനായിരുന്നു അല്ലേ? ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളു കേട്ടോ തീനത്തമ്പുരാട്ടി. അത് തന്നെ എനിക്കും പറയാനുള്ളത് ജിമ്മി തമ്പുരാനെ. അടവൊക്കെ അകത്തോട്ട് മതി, എന്നോട് വേണ്ട. അരിഞ്ഞളഞ്ഞൻ. ആരാ കുട്ടിയോടെ? ഒരു തമ്പുരാൻ പരസ്യം കണ്ട് വന്നതാ. എവിടുന്നാ? ചെന്നിലോട്ട് കൊട്ടാരത്തിന്നാ. പേര് രവിവർമ്മ. കളരിയൊക്കെ വശമുണ്ട് അല്ലേ? അഭ്യാസങ്ങളെല്ലാം ഒന്നും വിടാതെ അറിയാം. 12 കളരിക്കും നാഥൻ. വടകര കുറുപ്പാ ഗുരു. അടവുകൾ അസലായിട്ടുണ്ട്. കുട്ടിക്ക് അടവുകളൊക്കെ അറിയോ? അടവുകളും അറിയാം, അടവുകൾ കണ്ടാലും അറിയാം. ആ വന്ന കാലം നിക്കണ്ട. കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്ക. രഞ്ജിനി, ഇയാൾക്ക് ഔട്ട് ഹൗസ് ഒന്ന് കാണിച്ചു കൊടുക്ക. ജിമ്മിയുടെ അപ്പച്ചൻ വാളുകൊണ്ടാണോ തേങ്ങ വെട്ടുന്നത്? വെട്ടേണ്ടി വരും. തേങ്ങയല്ല, തല. എന്താ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞത്? ഭീകരനെന്നോ? അങ്ങനെ പറഞ്ഞ് എന്നെ അകത്താക്കിയാൽ പിന്നെ പുറത്തു വരില്ലെന്ന് വിചാരിച്ചോ? എവിടെ നിന്നാണ് കെട്ടിയെടുത്തത്? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ നിന്നാണ് എഴുന്നള്ളിയെന്ന്? ഭരണങ്ങാനത്തുനിന്ന്. ഭരണങ്ങാനത്തുന്നോ? എന്തേ? എന്റെ അമ്മച്ചിയുടെ കുടുംബം അവിടെയാ. കേട്ടിട്ടില്ലേ? മുടിക്കൽ തറവാട്. കുട്ടിക്കാലം മുതൽക്ക് ബോർഡിങ്ങിലായതുകൊണ്ട് നാട്ടിലാരെയും വലിയ പരിചയമില്ല. ആ ചിലപ്പോ അപ്പച്ചനും അമ്മച്ചിക്കും അറിയായിരിക്കും. ക്രിസ്ത്യാനിയാണോ? അതെ, ഭാഗ്യം. സീന മാത്യു കൂട്ടുപുരയ്ക്കൽ. കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരയ്ക്കലിന്റെയും എലിസബത്ത് മാത്യുവിന്റെയും ഒരേ ഒരു മകൾ. ഓ, എങ്കിൽ പിന്നെ കാനഡയിൽ തന്നെ അങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാ പോരായിരുന്നോ? ബാക്കിയുള്ള കൊലക്കാനായിട്ട് ഇപ്പൊ ആരെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതിന്? ജിമ്മിച്ചാൻ അറിയോ, ബോർഡിങ്ങിൽ പഠിച്ചു വളർന്ന ഞാൻ സ്നേഹം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ഐ വോണ്ട് ലവ്. ഒരിട്ട് സ്നേഹം. അതിനുവേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ചത്. പിടിച്ചേ, പിടിക്കേ. ഇവിടെയുണ്ട്. എന്തോ? ജിമ്മിച്ചായൻ ക്രിസ്ത്യാനിയാണെന്ന് ഞാൻ ആരോടും പറയല്ല. സത്യം? മാതാവാണ് സത്യം. ഓ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് പയറ്റാം. സീന എന്നോടൊപ്പം ഉണ്ടെങ്കിൽ മഞ്ഞു മൂടിയ ഈ നീലഗിരി കുന്നിൽ റോമിയോയും ജൂലിയറ്റുമായിട്ട് നമുക്ക് വാഴാം. ഓക്കെ? സമ്മതം. പക്ഷെ നേരത്തെ തന്നെ ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതാര്? മൂലം തിരുനാൾ മഹേന്ദ്രവർമ്മ. യഥാർത്ഥ ക്ഷത്രിയനാ. അല്ലാ പൊറുക്കണേ. അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ്. ജീവിക്കാൻ വേണ്ടി. അസഫറുള്ള ഊണുനൂല്. പടച്ചോനെ, തുറക്കണില്ലല്ല. ഇതിന്റെ ഉള്ളിൽ തമ്പുരാൻ, തമ്പുരാനെ, 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 തമ്പുരാൻ, തമ്പുരാനെ, തമ്പുരാനെ, ഇതെന്ത് ജീവി?
തമ്പുരാനെ, ഇത് ചെന്നലോട്ട് കൊട്ടാരത്തിലെ ഇളയ തമ്പുരാൻ രവിവർമ്മ. നമസ്കാരം. ഇത് തിരുനാൾ മഹേന്ദ്രവർമ്മ തമ്പുരാൻ. നമസ്കാരം. തമ്പുരാന് ഇവിടെ താമസിക്കാം. നിക്കറവിടെ. എടാ ദ്രോഹി, എഴുത്തൊക്കെ എഴുതി വെച്ച് മുങ്ങിയത് ഇവിടെ പൊങ്ങാനായിരുന്നല്ലേ? എടാ പതുക്കെ പറ. മനസ്സില്ല, എനിക്ക് ഉറക്കെ പറയണം. നീ എന്തോ പറഞ്ഞേ? ചെന്നിലോട് രവിവർമ്മ തമ്പുരാനോ? എടാ, ചെത്തിപ്പുഴ എന്ന ദേശത്ത് ഓരോ മുക്കിന്ന് മൂലയിന്ന് തേങ്ങ മേടിച്ച് വെട്ടി ഉണക്കി കൊപ്രയാക്കി വിറ്റ് ജീവിച്ചിരുന്ന റോമൻ കത്തോലിക്കരായ കല്ലുപുരയ്ക്കൽ തോമസിന്റെയും പാലക്കാരി പാമ്പുമടയിൽ ക്രായപ്പെമ്പിളരെ മൂത്ത മോനായ ജിമ്മി തോമസ് എന്ന നീ എന്നുപോലാണ് രവിവർമ്മ തമ്പുരാനായത്? എടാ, സ്വന്തം ജീവനെ പോലെ സ്നേഹിച്ച കൂട്ടുകാരനെ കുഴിയിലിറക്കി ജീവിക്കാമെന്ന് നീ കരുതിയല്ലടാ? അതെടാ, സുഖിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് കഴിഞ്ഞ് എനിക്കിതൊക്കെ പറയാനുണ്ട്. കൊണ്ടോട്ടി ചന്തയിൽ തട്ടുകട നടത്തി കിട്ടിയ കാശിന് മുഴുവൻ ചീട്ടും കളിച്ച് പൊട്ടി 5-6 പെണ്ണും കെട്ടി സ്വന്തം കുടുംബം കുഴിച്ച് കുളം തോണ്ടിയ കൊളക്കോഴി ഹംസക്കോയുടെ മകൻ ബഷീർ എന്ന് മുതലാടാ മൂലം തിരുനാളായത്. 1992 ഫെബ്രുവരി മാസം 7-ാം തീയതി രാത്രി 2 മണി മുതലാടാ. എങ്ങനെ തോന്നിയടാ നിനക്ക് ആ ഫോട്ടോയിൽ നിന്ന് എന്നെ വെട്ടി മാറ്റാൻ? ബഷീറെ കരയിലടാ. എടാ, കഴിഞ്ഞതൊക്കെ പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് നിൽക്കാം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഈ കോവിലകത്തെ തമ്പുരാക്കന്മാരെ പോലെ വാഴാം. വാഴാൻ വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ തമ്പുരാൻ ഒരാളെയല്ലേ ദത്തെടുക്കും. നമ്മൾ രണ്ടുപേരും കൂടെ എടുക്കില്ലല്ലോ. നമ്മൾ രണ്ടുപേരും മാത്രമല്ല, മറ്റവനും കൂടെ ഉണ്ട്. പവിത്രൻ. ஹலோ, உதகமண்டலம் எஸ்ஐ சிங்காரவேலு ஸ்பீக்கிங். என்னம்மா, நீங்க யாரு? டெரரிஸ்டா? கார்ல கார் நம்பர் நோட் பண்ணிருக்கா? TNN 3254. தேங்க்யூ மேடம். கான்ஸ்டபிள், சார் ஜாக்கிரதை. என்னையா ஜாக்கிரதை? எனக்கு தெரியாதா? இவங்களை நான் எப்படி மடக்கி பிடிக்கிறேன் பாத்துக்கோ. എന്താണത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. நான் கடைசியா சொல்றேன், உங்ககிட்ட இருக்கிற அத்தனை ஆயுதங்களையும் AK-46 அல்ல AK-47 இருந்தா அதுவும் சேர்த்து தான் சொல்றேன். அங்கே உட்காரு. எங்கிட்ட மட்டும் எந்த வேலையும் வச்சுக்காது. புரிஞ்சுதா? புரியாதா? ഈശോ മിശിഹായേ, പിടികൊള്ളാതെ കാക്കണമേ. என்னடா சைலண்ட் சாப்பிட போறியா? சோதனை பண்ணாதே. கம் ஆன் சர்ச். ഒട്ടും പൊട്ടാതെ നോക്കണേ. என்னடா நினைச்சே? இது பாருங்க. അയ്യോ, വാളും പരിചയൊക്കെ നിന്റെ നീ തൂങ്ങും. വാളും പരിചയം വേണമെങ്കിൽ നീ എടുത്തോടാ ഫ്രീ ആയിട്ട്. പട്ടി സാർ, വാളും പരിചയൊക്കെ ഇയാളുടെ പിടിച്ചുള്ളപ്പെടുമ്പോ തിരിട്ടാസ്കൽ. இதெல்லாம் வச்சிருக்க. இதுவரை நீங்க எந்த குரூப்னு தெரியாம நான் தவிச்சேன். இப்போ எனக்கெல்லாம் புரிஞ்சு போச்சுடா. ഇയാളുടെ സംസാരം കുഴപ്പമുള്ളടാ. അതെ, സംസാരം കുഴപ്പമൊന്നും ആര് സംസാരം എന്ന് പറഞ്ഞ ഭാര്യയല്ല, മലയാളത്തിലെ പേജ് ചേച്ചി. അതെ, ഞങ്ങൾ പത്രത്തിലെ പരസ്യം കണ്ടു വന്നു. സംശയം ഉണ്ടെങ്കിൽ വായിച്ചു നോക്ക്. സാർ, ഇത് മന്ത്രി ഫോട്ടോ വായിച്ചേ. விளையாடுறியா? நினைச்சே, நான் நினைச்சேன் என்கிட்ட. വരൂ. ഇത് സൂര്യനമ്പൂരി, എന്റെ മാനേജർ. നമസ്കാരം. കൂവളശ്ശേരി രഞ്ജിനിവർമ്മ കൊച്ചു തമ്പുരാട്ടി. ഇത് ചെന്നിലോട്ട് രവിവർമ്മ ഇളയ തമ്പുരാൻ.
ഇത് മൂലം തിരുനാൾ മഹേന്ദ്രവർമ്മ. ഓ ഞാൻ ഉണ്ണിന്നിൽ സന്ദേശം വായിച്ച് ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. ഇത് രാമനെല്ലൂർ മോഹനവർമ്മ ഇളയതമ്പുരാ. എടാ തെണ്ടികളെ, സമാധാനമായിട്ട് ജീവിക്കാൻ ഇവിടെ നിങ്ങൾ സമ്മതിക്കില്ല അല്ലേ? നമുക്ക് കാണാം. തമ്പുരാക്കന്മാരുടെ പാരമ്പര്യത്തെ കുറിച്ച് സംശയമില്ല. പക്ഷെ അത് മാത്രം പോരല്ലോ ക്ഷത്രിയന്. പിന്നെന്തൊക്കെ വേണം? ക്ഷാത്രഗുണങ്ങളെ പറ്റി തമ്പുരാക്കന്മാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അല്ല, നിശ്ചയില്ലേ? അയ്യോ, അതിന്റെ ഒരാവശ്യമില്ല. ക്ഷത്രിയർക്ക് ഒരുപാട് ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് അതിലേതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ. ആയോധന കലകളും സംഗീതവും ഒക്കെയാണ് തമ്പുരാന് മുഖ്യം, പ്രത്യേകിച്ച് ഹിന്ദോളം. പന്തളമാണോ? വിവരക്കേട് പറയാതെ, അതൊരു നോവല. എന്താണ് മൂലം തിരുനാൾ? ഹിന്ദോളത്തിനോട് പ്രതിപത്തി കുറവ് വല്ലതുണ്ടോ? ഏയ്, എനിക്കും അതാ ഇഷ്ടം. അതെ, അത് തമ്പുരാനെ കണ്ടാലേ അറിയാലോ. വേദങ്ങളൊക്കെ തമ്പുരാനോ? ഉവ്വ്. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ചു ദിവസം ഇവിടെ തന്നെ കഴിയാം. ഓ, മോഹനവർമ്മ ഇവരോടൊപ്പം കൂടിക്കൊള്ളൂ. ഓ. ഒരു കണക്കിന് നമ്മുടെ നാടാ സുഖം. ഇതൊരു മാതിരി ഐസ് കെട്ടേ കയറി ഇരിക്കണ മാതിരി. എന്താ തണുപ്പ്! ഉവ്വ് ഉവ്വ്, നല്ല കീറി കീറിക്കോ. ഈ വിവരം തമ്പുരാൻ എങ്ങനെ അറിഞ്ഞാലേ 3 ക്ഷത്രിയന്മാരുടെ പാസ്പോർട്ട് കീറും. മതി മതി, വാചോടി നിർത്ത്, നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. ആ, ദാ, ആരാ അത്? ഞാൻ പറഞ്ഞില്ല. ശല്യമായല്ലോ. ആരാ? ഞാനാ. ആ, പിള്ളച്ചേട്ടനായിരുന്നോ? ഞങ്ങള് കരുതി പിള്ളച്ചേട്ടനായിരിക്കുന്നല്ലേ? അതെ, അങ്ങോട്ട് വലിഞ്ഞു കയറല്ലേ. പിള്ളച്ചേട്ടൻ എന്തായി രാത്രിയില്? അല്ലാതെ പുറത്ത് ഭയങ്കര തണുപ്പാ. അതുകൊണ്ട് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാ. ഈ തണുപ്പത്തോ? ആ, 2 അടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂല. മദ്യപിക്കാനൊക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നു സാറുമാര് എന്നെ ഒന്ന് കഴിക്കാൻ അനുവദിക്കണം. അത് പറ്റില്ല, ഹറാമാണ്. ഹറാമാണോന്ന്? റമ്മാണ്. എന്തായാലും ഇവിടെ പറ്റില്ല. ആ, പോട്ടെ തമ്പുരാനെ, കഴിക്കട്ടെന്ന്. നമ്മുടെ പിള്ളച്ചേട്ടനല്ലേ, കഴിച്ചോട്ടെ. ചേട്ടൻ നല്ല കീറുമല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ. പക്ഷെ തമ്പരാൻ അറിയില്ല. ആ. അറിഞ്ഞ എന്റെ പണി പോവില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളവും ഇച്ചിരി ഗ്ലാസും തരുമോ? നീ ആ ഗ്ലാസ് എടുത്തേ. ദാ പിടി. കുറച്ച് വെള്ളം എടുക്കാം. ഒഴി 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 ഒഴി. ഇനിയിപ്പോ തമ്പരാൻ അറിഞ്ഞിട്ട് എന്റെ പണി പോയാലും എനിക്ക് പ്രശ്നമല്ല. അതെന്താ? என்னுடைய ஒரே ஒரு மகன் தங்கப்பன் பிள்ளை. அவன் கல்ஃபிலா. மாசம் 30,000 ரூபாய் அவன் சம்பளம் கிடைக்கும். எல்லா மாசமும் 10,000 ரூபாய் வச்சு அவன் எனக்கு അയക്കും. പക്ഷെ ഞാൻ വാങ്ങ മാട്ടെ. കാരണം സ്വന്തമായ ഒരു വരുമാനം കൊണ്ട് ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ കോവിലകത്ത് നിന്ന് വിട്ടു നിൽക്കാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം തമ്പുരാന്റെ ജീവൻ എന്റെ കയ്യിലാ. രാത്രിയിൽ ഉറക്കമില്ലല്ലോ. 2 അടിച്ചാ പിന്നെ എനിക്ക് ഉറക്കം വരൂല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. സൂക്ഷിക്കേണ്ട കാര്യമാ. തുറന്നു പറയാം. നിങ്ങളെല്ലാവരും ഉടനെ ഈ കോവിലകം വിട്ട് പോണം. ആ റോബിക്ക് തമ്പുരാനെ നോട്ടമുണ്ട്. അവനാള് ഭയങ്കര പെശക. ഊട്ടിയിലെ ചക്രവർത്തിയാണ് അവൻ. കൊല്ലാനും കൊല്ലാനും മടിയില്ലവന്. നിങ്ങളെ കൈ കിട്ടിയാൽ അവൻ തുണ്ടം തുണ്ടമായി വെട്ടിയരിഞ്ഞ് പിഴിഞ്ഞ് ചാറെടുത്ത് അവൻ കൊക്കയിലെറിയും. ആരും ഓടിയില്ലേ? നീ ഒരു ശബ്ദം കേട്ടില്ലേ? പോയി നോക്കാം. ആരാന്ന് പോയി നോക്കി. ഞാൻ വരുന്നില്ല. എനിക്ക് ഞാൻ വരുന്നില്ല. ഞാൻ വരാം. മാർത്താണ്ടാ, രക്ഷിക്കണേ. അച്ഛനോ? ഏതച്ഛൻ? ഈ അച്ഛൻ.
നാട്ടിൽ സുഖമായിട്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ എഴുത്തയച്ചു വരുത്തി ക്ഷത്രിയ വേഷം കെട്ടിച്ചത് ഈ നിൽക്കുന്ന എന്റെ അച്ഛനാണ്. ആഹാ. അപ്പൊ ഇങ്ങനെയാണ് സംഗതിയുടെ കിടപ്പല്ലേ? ഞാൻ ഈ വിവരേ തമ്പുരാനോട് പോയി ഒന്ന് പറഞ്ഞിട്ട് വരാം. മക്കളെ, എന്നോട് ക്ഷമിക്കണം. ഇവൻ പണിയൊന്നുമില്ലാണ്ട് നടക്കണ കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു ദുർബുദ്ധിയാ. കാശ് കിട്ടി ആർക്കെങ്കിലും കഴിക്കോ? ദേ ഇവനോട് പട്ടാപ്പകല് ആണുങ്ങളെ പോലെ മുൻവശത്ത് കൂടി വരാൻ പറഞ്ഞിട്ട് ഇവൻ നട്ടപ്പാതിലേക്ക് നടി ഓടിക്കാൻ വേണ്ടി വന്നു കയറിയതായി കാലൻ. നിന്നെ പണ്ടാടകൊള്ളൂടാ ദുഷ്ടാ. എന്റെ മക്കളെ, ഈ ഇവൻ തമ്പരാനോട് പറയല്ലേ, എന്റെ പണി പിന്നെ ഈ ഏരിയയിലെങ്ങാനും ഇനി കണ്ടുപോയോ ഒന്നുകളെ ഞാൻ പറ. അച്ഛാ, ഇനി ഞാൻ വേറെ വല്ലതും ചെയ്യണോ? നീ ഒന്നും ചെയ്യണ്ട. നമ്മൾ കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി. ആദ്യം അവളെ ഒതുക്കണമായിരുന്നു. ആരെ, തമ്പുരാട്ടിയെ? ഛെ, അല്ലടാ, അവളെ, ആ രഞ്ജിനി വർമ്മയെ. അവള് കേറി കേറി അങ്ങ് അടുക്കള വരെ എത്തി. നമ്മളെപ്പോഴും ഔട്ട് ഹൗസിൽ ഔട്ടായി തന്നെ നിൽക്കുക. തമ്പുരാൻ ആരെങ്കിലും ഒരാളെ ദത്തെടുക്കും. അത് അവളെ ആയാൽ നമ്മൾ 3 പേരും സ്വാഹ. ആ സ്വാഹയെന്ന് എന്നെ ഒഴിവാക്കിയരെ. തമ്പുരാൻ അവളെ ദത്തെടുത്താൽ എന്നെ എടുക്കുന്നതിന് തുല്യമാ. അവള് കേറിയാ ഞാനും കേറും. കേറ്. എവിടെ കേറാൻ? കൊട്ടാരത്തിൽ. അവള് തമ്പുരാട്ടിയായി കഴിഞ്ഞാ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു, കൂടെ നിങ്ങളും. എടാ വണ്ട, നിങ്ങളെപ്പോലെ ബുദ്ധിയില്ലാത്തവനാണ് ഞാനും എന്ന് കരുതിയോ? നിങ്ങൾക്കറിയോ, അവളൊരു മുസ്ലിമാടാ. സീന മുഹമ്മദ് കോയ, കടലുണ്ടിക്കാരി. അവൾക്ക് എന്നോട് മുഹബത്താ. പഞ്ചത്ത് ഞാനും നിന്നോടുത്തു. പക്ഷെ ഇപ്പൊ സംഗതി സീരിയസ് ആയി. എന്ത് സംഗതി? പ്രേമം. എടാ തിരുമണ്ട, കാനഡയിൽ മകൾക്ക് വേണ്ടി ലക്ഷങ്ങൾ വാരിക്കൂട്ടുന്ന ഡോക്ടർ മാത്യു കൂട്ടുപുരക്കലിന്റെ ഏക മകൾ സീന മാത്യു കൂട്ടുപുരക്കൽ, ഭരണങ്ങാനത്തുകാരി നസറാണി പെണ്ണ്, ഇതൊക്കെയാണ് അവൾ എന്റെ അടുത്ത് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞു. നമ്മളെ തമ്മിലടിപ്പിച്ച് ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിച്ചിട്ട് സ്വന്തം സീറ്റ് ഉറപ്പിക്കാനാണ് അവളുടെ പരിപാടി. ഇനി സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ബീഡിക്കുട്ടി എന്തിനാ കൈയിട്ട് വരുന്നത്? കാശ് കൊടുത്ത് വാങ്ങിച്ചൂടെ? കാശില്ല. നാക്കി തമ്പുരാൻ, വാങ്ങി നക്കിക്കോ, കാശ് ഞാൻ കൊടുത്തോളാം. ഇനി വേണ്ട, ഒന്നും തരാതെ തന്നെ നീ എന്നെ നക്കി നക്കിന്ന് വിളിക്കുന്നു. അപ്പൊ ഇനി വല്ലതും തന്നാലോ? വേണ്ട, നീ നക്കിയേച്ചും വാ, എനിക്ക് ഇച്ചിരി സംസാരിക്കാനുണ്ട്, സീരിയസ് ആയിട്ട്. എടാ ജിമ്മി, എടാ ജിമ്മി, പറഞ്ഞോ? ആ പവിത്രൻ തേങ്ങ വെട്ടിയ നമ്മൾ തെങ്ങെങ്കിലും വെട്ടണം. അവൻ ഈ ഊട്ടിയിൽ വന്ന് തേങ്ങ വെട്ടി തുടങ്ങി. അതല്ലടാ, പവിത്രൻ പാട്ടുപാടി ചെത്തി. ഇന്ന് പവിത്രന് കോവിലോകത്തുള്ള നിലയും വിലയും നമുക്ക് രണ്ടുപേർക്കും ഇല്ല. നമുക്ക് രണ്ടുപേർക്കും ഇല്ല എന്ന് പറയണ്ട. നിനക്കൊണ്ടായിരിക്കുകയല്ല, പക്ഷേ എനിക്കുണ്ട്. ഞാൻ കളരി കാണിച്ച് ഷൈൻ ചെയ്തു. പാട്ടിന്റെ മുമ്പിൽ കളരി ഒന്നുമല്ല. അത് നിന്നെ പോലെ ഏത് പീറക്കും ചെയ്യാം. എന്നിട്ട് എന്താ ചെയ്യാത്തത്? ഞാൻ ഒരു കാര്യം പറയാം. ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട. നീ ഒറ്റക്ക് കലക്കിയാൽ മതി, ഞാനില്ല. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ഇത് ഇല്ലത്തൂന്ന് പുറപ്പെടുകയും ചെയ്തു. അമ്മ തൊട്ട് എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. കുറെ ആയല്ലോ ഈ പഴഞ്ചൊല്ലുകള്. ബൈഹാർട്ട് പഠിച്ചതാണോ? ക്ഷത്രിയനാവാൻ വേണ്ടി പഠിച്ചതാ. നീ ഈ പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നു. ഞാൻ പോന്നു, എനിക്ക് കുറച്ച് പ്ലാനിങ് ഉണ്ട്. എടാ, നീ എന്നും സഹായിക്കോ? സത്യമല്ല. എടാ ജിമ്മി, വിളിക്കണ്ട. ഓഹോ, അപ്പൊ നീ എന്റെ കൂടെ ഇല്ലല്ലേ? ഇല്ലേ? വേണ്ട, എന്റെ കാര്യത്തിന് ഞാൻ തന്നെ ഉത്സാഹിച്ചോളാം. ഉത്സാഹിച്ചോ. എടാ തെണ്ടി, നിന്നെയൊക്കെ വിശ്വസിച്ച എന്നെ വേണം പറയാൻ. നില്ലടാ അവിടെ. യോ, ആള് കൊടുത്ത് തെരിയില്ല ഉനക്ക്. അറിവ് കേട്ടോ മുണ്ടം. ഹംസപ്പിട പോലെ നടക്കണ സീനത്ത് ബീവി, ഹംസാമ്പിറ പോലെ നടക്കണ സീനത്ത്. ക്ഷീരസാഗര നമോസ്തുതേ. എന്താണ് മൂലം തിരുനാൾ? എവിടെ മറ്റുള്ളവർ? രവിവർമ്മയും മോഹനവർമ്മയും ഔട്ട് ഹൗസിൽ സംഗീതവും കളരിപ്പയറ്റും തികഞ്ഞ ഏകാഗ്രതയോടെ അഭ്യസിക്കുകയാണ്. തനിക്ക് പരിശീലനമൊന്നുമില്ലേ? കുഞ്ഞുനാളിലെ എല്ലാ അടവുകളിലും ഞാൻ പാഠവും ആർജിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ മറ്റുള്ളവരെ ആകർഷിക്കാനോ കണ്ണിൽ മണ്ണിടാനോ എനിക്കറിയില്ല. കാരണം ക്ഷത്രിയന്മാർക്ക് സോപ്പിടിയിൽ വശമില്ല. പക്ഷെ ഇവിടെ പലരും അങ്ങനല്ല. അപ്പൊ മൂലം തിരുന്നാൾ വലിയ ക്യാമറാണില്ലേ? എന്ന് ഞാൻ തന്നെ എങ്ങനെ പറയാ? ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. നിറകുടം തുളുമ്പും എന്നല്ലേ പ്രമാണം? അങ്ങനെയല്ല മൂലം തമ്പുരാൻ. നിറകുടം തുളുമ്പില്ല എന്നാണ്. അതെ, അതന്നെ. പക്ഷെ ആർക്കത് ഉറപ്പ് പറയാൻ പറ്റും? കുടം കൈകാര്യം ചെയ്യുന്ന ആളിന്റെ മിടുക്ക് പോലിരിക്കും അത്. നല്ല രസികനാണല്ലേ? ആണല്ലോ. ക്ഷത്രിയന്മാർ രസികന്മാർ മാത്രമല്ല, വീരശൂര പരാക്രമികളുമായിരിക്കണം അല്ലേ? എന്നാ നമുക്കൊന്ന് പരീക്ഷിച്ച് അല്ലേ? സൂര്യൻപുരി ക്ഷത്രിയനാണെന്നോ? അല്ല, വടക്കനിലെ അറയിൽ വാളും പരിചയിരിപ്പുണ്ട്.
അതെടുത്ത് മൂലം കൊടുക്ക് പാടോന്നാവുന്ന കാണട്ടെ. എന്റെ കാവിലമ്മേ, തൃപ്പത്തൂർ കോലോത്തമ്മേ, ഒരു വീരഗാഥ രചിക്കാൻ, ഒരു ഊട്ടി വീരഗാഥ രചിക്കാൻ നീ എനിക്ക് ശക്തി നൽകണമേ. എന്റെ റബ്ബേ, നീ എന്നെ കുത്തുവാള എടുപ്പിക്കല്ലേ. പത്ത് എത്തിയും മേൾക്ക് ഞാൻ ചോറ് കൊടുത്തേക്കാമേ. ബുദ്ധിയും ബോധവും ഇല്ലാത്ത നിന്റെ പ്രവൃത്തി കാരണം നമ്മൾ രണ്ടുപേരിൽ ഒരാൾ മരിക്കും. മിക്കവാറും അത് ഞാനായിരിക്കും. ഞാൻ നിനക്കിട്ട് എന്തെങ്കിലും പാര പണിതിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ വെക്കരുത്. നീ എന്നോട് ക്ഷമിക്കണം. ക്ഷമിക്കേ, മരിക്കാൻ തയ്യാറായിക്കോളൂ. പ്രണാമം. കുട്ടിക്കേറ്റല്ലേ? ഇനി അംഗം തമ്മിലാവാം. എന്തു പറ്റി? ഈ വാള് കാണുമ്പോ ഞാൻ എന്റെ നേരം അവനെ ഓർത്തു പോകുന്നു. കൊണ്ടോട്ടിയിൽ അംഗം വെട്ടാൻ പോയി അംഗം ജയിച്ച് കോലോത്ത് വന്ന് അംഗത്തളർച്ച തീർക്കാൻ അങ്കണത്തിൽ വിശ്രമിക്കുമ്പോ ഉത്തരത്തിൽ നിന്ന് വാളൂരി ഉച്ചി വീണ് മയ്യത്തായി, അല്ല മരിച്ചുപോയി. എന്താ അമ്മാവന്റെ പേര്? കണിയാത്ത് കോലോത്ത് കർപ്പൂരവർമ്മ തമ്പുരാൻ. കർപ്പൂരം പോലെ അരിഞ്ഞു പോയത്. എനിക്കാവില്ല. എന്റെ പൂരമ്മാവ, ഈ അനന്തരവനോട് പൊറുക്കണമേ. തമ്പുരാനും പൊറുക്കണം, തമ്പുരാട്ടിയും പൊറുക്കണം. എനിക്കാവുന്നില്ല. തമ്പുരാനെ, തൃപ്പത്തൂർ കോവിലകത്തെ ഈ ഉടവാൾ എനിക്ക് തരൂ. അംഗം വെട്ടാൻ എനിക്ക് കൊതിയാവുന്നു. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ വെട്ടണം കേട്ടോ. അഡ്ജസ്റ്റ്മെന്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എനിക്ക് കൊണ്ട് ഓരോ ഇടിക്കും നിന്നോട് ഞാൻ പകരം ചോദിക്കും. അതിന് ഞാനല്ലോ ഇടിച്ചത്. പട്ടി. ഇത് രണ്ടുപേരാളുടെ മരണത്തിലെ അവസാനിക്കൂ. അയ്യോ വേണ്ട, വെട്ടി മരിച്ചോട്ടാൻ പറയട്ടെ. നിർത്താൻ പറയൂ. നിർത്തൂ. മിടുക്കന്മാർ ആരെ? 3 പേരും. ആ സൂര്യനമ്പൂരിയുടെ കണ്ണു വെട്ടിച്ച എല്ലാ ദിവസവും തമ്പുരാന് വരുന്ന എഴുത്തുകളൊക്കെ തപ്പിക്കൊണ്ടുവരുന്ന. എന്നാണാവോ ആ പോസ്റ്റ്മാൻ കാലുമാറുന്നത്? ഓരോ ദിവസവും വരുന്ന അപേക്ഷകൾ കണ്ടാ തോന്നും ഈ ലോകത്തുള്ള സകല ചെറുപ്പക്കാരും ക്ഷത്രിയരാണെന്ന്. എല്ലാവർക്കും ഇവിടെ കയറി പറ്റുകയും വേണം. മനുഷ്യന്റെ ഓരോ ഗതികേടെ. നീ വായിക്കേ. ചിറ്റിലശ്ശേരി കോവിലകത്ത് ഉണ്ണികൃഷ്ണൻ ഉണ്ണി തമ്പുരാൻ. ഉണ്ണികൃഷ്ണൻ ഉണ്ണി തമ്പുരാൻ. എന്റെ അച്ഛൻ മാമാങ്കത്തിന് പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല. അയാള് രക്ഷപ്പെട്ടു. അവന്റെ മാമാങ്കത്തിന് പോകേണ്ട സമയം. ഇത് മുഴുവൻ വാരിക്കളയണം. ആ സൂര്യനമ്പൂരി എങ്ങനെ കണ്ട നമ്മുടെ ആഫീസ് പൂട്ടും. എല്ലാ ദിവസവും ഓരോ വണ്ടി നിറയെ അപേക്ഷകൾ. ഓ, ഇതെന്തുവാ ഇത്?
നോവല ആ അല്ല എഴുത്താ. എടാ പവിത്ര, ഒരുത്തൻ ഫോട്ടോ അടക്കം അപേക്ഷ അയച്ചിരിക്കുന്നു. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ MSc PhD. ഞാനൊരു തികഞ്ഞ ക്ഷത്രിയനാണ്. ഞാൻ കളരിപ്പയറ്റിലും സംഗീതത്തിലും ജ്യോത്സ്യത്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഞങ്ങളുടെ പൂർവികർ യുദ്ധവീരന്മാരാണ്. ഞങ്ങൾ കൊല്ലപ്പടി രാജവംശക്കാരാണ്. ഞാൻ ഈ മാസം 14-ാം തീയതി തൃപ്പത്തൂർ കോവിലകത്ത് വന്ന് അങ്ങയെ മുഖം കാണിക്കും. നാളെയാണ് 14-ാം തീയതി. ഇവൻ പാരയാണ്. പണ്ടാറടങ്ങാനായിട്ട് ഒരിക്കലും നിലക്കാത്തൊരു ക്ഷത്രിയ പ്രവാഹം. ഇതുപോലെ വന്ന എത്ര എണ്ണത്തിന് നമ്മൾ ഓടിച്ചതാണ്. ഇവരെ നമ്മൾ അതുപോലെ ഓടിക്കും. കൊല്ലപ്പടി മാർത്താണ്ഡവർമ്മ തമ്പുരാൻ, ഇങ്ങ വാമോനെ. ഹലോ ടാക്സി. ബാഗ് തിരക്കിയിരുന്നോ? എന്നെ നോക്കണേ, നീ കണ്ടോ? തിരുമാർത്താണ്ഡവർമ്മയ്ക്ക് സ്വാഗതം. എനിക്കോ സ്വാഗതം? ഞാനാണ് തിരുമാർത്താണ്ഡവർമ്മ. അയ്യോ, നമസ്കാരം തിരുമേനി. നമസ്കാരം. നമസ്കാരം. ദാ, ഇത് സ്വീകരിച്ചാലും. ദാ, ഇതും കൂടി. എന്താ ഇതൊക്കെ? ഞങ്ങൾ തൃപ്പത്തൂർ കൊട്ടാരത്തിന് വരിക. തമ്പുരാനെ സ്വീകരിച്ചുകൊണ്ടിരുന്ന കൊട്ടാരത്തിൽ അയച്ചതാ. ഞാൻ ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും ഇതൊന്നും തീരെ പ്രതീക്ഷിച്ചല്ല. എന്ത്? അല്ല, തമ്പുരാൻ ഇത്രയും സിമ്പിൾ ആണെന്ന്. അതെ, സംസാരിച്ചിന്ന് സമയം കളയണ്ട. നമുക്ക് ഉടനെ കൊട്ടാരത്തിലോട്ട് പോവാം. അതിനെന്താ? അയ്യോ, കാര്യമുണ്ട്. എന്ത് കാര്യമുണ്ട്? ഗാനഭൂമിന്നൊക്കെ പാസ്സായിട്ടുള്ളതല്ലേ? നാട്ടിൽ ചെന്ന് വല്ല ഹരികഥയോ കച്ചേരിയൊക്കെ നടത്തി ജീവിച്ചോണം. ഇരിക്കല്ലേ, ചുമ്മാ ഇരിക്കല്ലേ നല്ലേ പറഞ്ഞത്. ഛെ, ഒന്ന് വെറുതെ ഇരിക്കട്ടെ. ഇനി ഈ പരിസരത്തെങ്ങാൻ കണ്ടുപോയാ, പ്രത്യേകിച്ച് കൊട്ടാരത്തിന്റെ ഏരിയയില്, പിന്നെ തിരിച്ചു പോകലുണ്ടാവില്ല. അയ്യോ, ഞാൻ തിരിച്ചു പോകാൻ വന്നതല്ല, തമ്പുരാനാവാൻ വന്നതാ. നിന്നെ ഞാൻ തമ്പുരാനാക്കടാ. ഓർഡാ തണ്ടി. നിനക്ക് തമ്പുരാനാവണം. വേണ്ട, എനിക്ക് വേണ്ട. പ്രാക്ടീസ്. ഒന്ന് ഞാൻ വന്ന വണ്ടിക്ക് ഇനി ഇങ്ങോട്ടെങ്ങാനും വന്നാ ഞാൻ വന്ന വണ്ടിയാണ്, തിരിച്ചു പോവുകയാണ്. അയ്യോ. ആളുകൾക്ക് ഊട്ടിക്ക് പോയ ആളുകൾക്ക് അണ്ണാച്ചി വണ്ടി നിർത്തണം. ഹലോ, വണ്ടി ഒന്ന് നിർത്താൻ. ഊട്ടി. തമിഴ് പറഞ്ഞാലും മനസ്സിലാവില്ല. ഊട്ടി 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 ഊട്ടിക്ക് പോണെങ്കിൽ யாராவது இருக்காங்களா? ഊട്ടി. അണ്ണാച്ചി, ഞാൻ ഊട്ടി. நீங்க ஊட்டியா? അല്ലല്ല, ഞാൻ ഊട്ടി പോണം. அப்ப உட்காருங்க சார். ஊட்டி ஊட்டி. சார் சார் சார். എന്താടാ? அவ்வளவுதான் மனுஷன், வேற யாரும் இல்ல. நீ போலாம். ശരി. போ. എന്റെ വാള നമ്മുടെ ഒരു വാള്. ഒരു പകുതി മുറിഞ്ഞ ബസ്സുമായിട്ട് നടക്കണം. കള്ളപ്പാണ്ടി. സോറി സാർ, ഒരാളോടെ കയറാനുണ്ട്. വേറെ കാറ് വന്നു. ഒന്ന് രക്ഷിക്കണം. സോറി. നിങ്ങൾ ഊട്ടിക്കാണോ? ഞാൻ ഊട്ടിക്കുള്ളൊരു യാത്രക്കാരനാ. ആ ബസ്സിൽ വെച്ച് ഈ വാളൊരു സ്ത്രീയുടെ ശരീരത്ത് കൊണ്ട് പ്രശ്നമായി. ഇതിലാവുമ്പോ പിന്നെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ പ്രശ്നമാവാൻ. എന്നെ കൂടെ ഒന്ന് കേട്ടോ. ശരി, ഏറെ. വളരെ നന്ദി. ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നാട്ടെ. വണ്ടി വിട്, വണ്ടി വിട്. വണക്കം. നമസ്കാരം. അയ്യോ, സാർ മലയാളിയാണോ? ആ, അതെ. പിന്നെന്താ ഈ വേഷത്തില്?
എന്താടാ വാളും പരിചയമായിട്ട് ഊട്ടിയിൽ അംഗത്തിന് പോകണോടാ? അംഗത്തിന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അംഗത്തിന് തന്നെയാണ് സാർ. പോലീസുകാരോട് തർക്കുത്തരം പറയുന്നോടാ റാസ്കൽ. പിന്നെ ആരോടാണ് സാർ പറയുക? നീ ആരാടാ? വീരപ്പനോ പ്രഭാകരനോ? നിന്നെ കണ്ടാൽ അങ്ങനെയുള്ള ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. അത് സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ. പിന്നെ നീ ആരാടാ? ഞാൻ ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. അയ്യോ, ഞാൻ ആളറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ആ, ഇത് തറവാട്ട് വക ഉടവാളാണ്. തലമുറകളായി കൈമാറി വന്ന വാൾ. അത്ഭുതങ്ങൾക്ക് പേര് കേട്ട ഉടവാള്. ആ, ചെന്നിലോട്ട് കൊട്ടാരത്തിലെ ഈ ഉടവാള് തൊട്ട് വണങ്ങിയാൽ ക്ഷത്രിയ ഗുണങ്ങളുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ് ശാസ്ത്രം. ഓഹോ, ഞാനിതൊന്നും തൊട്ട് വണങ്ങിക്കോട്ടെ. അയ്യോ, തൊട്ട് വണങ്ങിയതുകൊണ്ട് മാത്രം എന്ത് പ്രയോജനം? അല്ല, വണങ്ങിക്കോളൂ. എന്റെ ചെന്നിലോട്ട് ഭഗവതി അമ്മേ രക്ഷിക്കണേ. Excuse me, can I get a lift to Ooty? Thank you. കുട്ടി അങ്ങോട്ടാ? പറഞ്ഞത് കേട്ടില്ലേ? ഊട്ടിക്ക്. ഞാൻ വെറുതെ ചോദിച്ചതാ. ഊട്ടിയില് ഞാൻ അങ്കിളിനെ കാണാൻ പോവാ. ആ, എന്താ പേര്? രഞ്ജിനി വർമ്മ. ഇത് ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ. തമ്പുരാൻ. ഹലോ. ഹലോ. തമ്പുരാന് ഞാൻ വെറുതെ സംശയിച്ചു. ആ, എന്നോട് പൊറുക്കണേ. ഓ, ആ ഡ്രൈവർ അന്ത ഓരോ നിപ്പാട്ട്. എനിക്കിന്ന് ഇവിടെ ഡ്യൂട്ടി. മന്ത്രി വരുന്നുണ്ട്. ഓഹോ. തമ്പുരാന് വിരോധമില്ലെങ്കിൽ ആ ഉടവാള് ഒന്നുകൂടി തൊട്ട് വണങ്ങിക്കോട്ടെ. വണങ്ങിക്കോളൂ. എനിക്കില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്കെങ്കിലും ക്ഷത്രിയ ഗുണമുള്ള ഒരു പുത്രൻ ജനിക്കണമേ എന്റെ ഭഗവതി. എക്സ്ക്യൂസ് മീ. ഊട്ടിയിലെ തന്നെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഓഹോ, ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ആ കോൺസ്റ്റബിൾ എന്തിനാ സംശയിച്ചത്? വെറുതെ സംശയിച്ചതാ. എന്നെ കണ്ട വീരപ്പനാണെന്ന് തോന്നുന്നു. നോക്കുന്നവർക്ക്. അപ്പൊ ഈ ഇരിക്കുന്ന തലയെക്കെട്ടുകാരൻ വീരപ്പനാണെന്ന് ഞാൻ പറഞ്ഞാലോ? മനസ്സിലാവൂല. പാണ്ഡ്യ, അണ്ണാച്ചി. അതേടാ, ഞാൻ പാണ്ഡ്യടാ. അയ്യോ, അണ്ണാച്ചി നിന്റെ അപ്പം തേങ്ങാവെട്ടുകാരൻ തോമസ്. കുറെ നേരമായി നിന്റെ പുളുടിയൊക്കെ ഞാൻ കേൾക്കുന്നു. ഇറക്കടാ പുറത്ത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ഇത്? പുള്ളി എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഭ്രാന്തന. ഒന്നും കാര്യം വെക്കണ്ട. പിന്നെ പറയാം. പവിത്രനല്ല, രാജരാജ ചോഴൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. നീ എന്നതാ പറഞ്ഞത്? ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ റോയൽ ഡിസിപ്ലിൻ. ഇതൊക്കെ ഞാൻ വേണ്ട. തീക്കൊള്ളി പത്രമാഫീസിൽ അച്ചു നിർത്തിയിരുന്ന ജിമ്മി തോമസ് എന്ന നീ വാളും പരിചയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയടാ. തമ്പുരാന്റെ ദത്തപുത്രനാവാനല്ലേ? ഞെളിയല്ലേ. നീ പിന്നെ ഊട്ടിക്കൊന്ന അമ്മാവന്റെ പൊലവിളി അടിയന്തരം നടത്താനല്ലേ? അവന്റെ ഗൾഫിലെ അമ്മാവൻ ഗരുഡ ഏജൻസീസ് വിസ എന്നെ പറ്റിച്ച് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് തമ്പുരാനായിട്ട് വാഴാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ പോലത്തെ ഏരപ്പയ്ക്ക് റോയൽ ഫാമിലി വലിഞ്ഞു കയറാമെങ്കിൽ എനിക്കും കയറടാ. കേറുടാ. നാണല്ലേ നിങ്ങക്ക്? സാറുമാരെ, എനിക്ക് പോണം. വണ്ടി കയറാ മാപ്പിളെ. ഊട്ടി ചെല്ലുമ്പോ കാണിച്ചു തരാട്ടാ. ഇപ്പം തമ്പുരാനാക്കി തരടാ. വാടാ. കൊറേ കയറാ പന്നി. തെറി പറയലടാ പട്ടി. വണ്ടി വിടണ്ട. ഊട്ടിയിൽ എനിക്ക് കൊലയെ നടക്ക പോകുന്നത്.